അന്തിക്കാട് സംവിധാനം ചെയ്ത സിനിമകളിൽ ഏതാണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം മുട്ടിപ്പോകും. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പടങ്ങൾ നമുക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണ് ആദ്യകാലത്ത് ഇറങ്ങിയ കളിയിൽ അല്പം കാര്യം. മോഹൻലാലിൻ്റെ നല്ലൊരു കഥാപാത്രമാണ്. ആ പടത്തിൽ ഒരു നായിക വന്നു. ആ നായികയുടെ പേര് സിനിമയിൽ നീലിമ എന്നാണ്. ആ സിനിമ കാണാൻ എന്ത് ഭംഗിയാന്ന് പറയാം. അവിടെ എത്ര മനോഹരമായിരുന്നു ആ ഗ്രാമപ്രദേശം. മോഹൻലാലിനെയും ഒക്കെ ഒരു സത്യനന്ദിക്കാട് ചിത്രീകരിച്ചിരിക്കുന്നു. നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളുണ്ട് യേശുദാസിൻ്റെ. നമ്മളപ്പോൾ ആ പടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മളൊരു നൊസ്റ്റാൾജിയ വന്നിട്ട് നമുക്ക് ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ പടം വേണ്ട വിധം വിജയിച്ചില്ല. ഈ നീലിമ ഇപ്പം എവിടെയാണ്? അതാണ് ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത്. ആ ഒരു ഒറ്റ പടത്തിൽ മാത്രമേ ഈ നീലിമ അഭിനയിച്ചുള്ളൂ. നല്ല വെളുത്ത് നല്ല കൊലുന്നനെയുള്ള നല്ല സുന്ദരിയായുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ നീലിമ എവിടെയാണെന്ന് ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത്. ആ നീലിമയുടെ കഥ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ അത് അന്വേഷിച്ച് പോയി ഇപ്പോൾ കണ്ടെത്തിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നീലിമ 3 കല്യാണം കഴിച്ചു. 3 കല്യാണം ഡൈവേഴ്സായി. ഇപ്പോൾ ഭർത്താക്കന്മാരൊന്നുമില്ല. ഈ 3 കല്യാണത്തിൽ ആദ്യത്തെ കല്യാണം കഴിച്ചതിൽ ഒരു ആൺകുട്ടി ഉണ്ടായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് ഡൈവേഴ്സായി. രണ്ടാമത് വേറൊരു കല്യാണം കഴിച്ചു. അതിലൊരു ആൺകുട്ടി ഉണ്ടായി. അതും ഡൈവേഴ്സായി. മൂന്നാമതൊരു സംഗീതജ്ഞനെ കല്യാണം കഴിച്ചു. അതും ഡൈവേഴ്സായി. അപ്പോൾ പിന്നെ കുറേ ടി വി ഷോകളിലും ടി വി സീരിയലിലൊക്കെ ആ നടി അഭിനയിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ ആ നടിയുടെ ഫോട്ടോ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് വയ്ക്കാം. അപ്പോൾ അത്രയും നല്ലൊരു അഭിനയം കാഴ്ചവെച്ച് ഈ കളിയിൽ അല്പം കാര്യത്തിൽ പോയ നടീനെ കുറിച്ച് സത്യനന്ദിക്കാടിന് പോലും ഒരു വിവരമില്ല. സത്യനന്ദിക്കാടിന് ആ പടത്തിൽ കാസ്റ്റ് ചെയ്തത് മലയാളിയല്ല. അപ്പോൾ 2 മക്കളെന്ന് പറഞ്ഞല്ലോ. ആ 2 മക്കളും ഇപ്പോൾ ഹിന്ദിയിലെ നല്ല സെലിബ്രിറ്റികളാണ്. ഹിന്ദിയിലെ നല്ല ആളുകൾ അറിയപ്പെടുന്ന 2 നടന്മാരായിട്ട് മാറി ഹിന്ദിയിൽ. അപ്പോൾ ശരിക്കും യഥാർത്ഥ പേര് നീലിമ എന്നല്ല, ഭുവന എന്നാണ് നമ്മുടെ നീലിമയുടെ പേര്. 1979 അസീം പങ്കജ് എന്ന് പറഞ്ഞ ഒരാളെ വിവാഹം കഴിച്ചത്. അതിലാണ് ഒരു പയ്യനുള്ളത്. പിന്നീടാണ് അത് വേണ്ടാന്ന് വെച്ചിട്ട് രാജേഷ് ഘട്ട് എന്ന് പറഞ്ഞ ഒരാളെ കല്യാണം കഴിച്ചു. അതും പിരിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ സംഗീതജ്ഞനെ കല്യാണം കഴിച്ചത്. അലിഖാൻ എന്ന് പറഞ്ഞുള്ള സംഗീതജ്ഞനെ കല്യാണം കഴിച്ചു. അതും വേണ്ടാന്ന് വെച്ചു. അപ്പം മോഹൻലാലിൻ്റെ നായിക 3 കല്യാണം കഴിച്ചു. മോഹൻലാൽ ആക്ച്വലി ഒരു കല്യാണം കഴിച്ചുള്ളൂ. അപ്പോൾ ഈ മക്കളുടെ പേരാണ് ഷാഹിദ് കപൂർ. ഹിന്ദി സിനിമകളൊക്കെ അറിയുന്നവർക്ക് അറിയാം ഷാഹിദ് കപൂർ. രണ്ടാമത്തെ മകൻ്റെ പേരാണ് ഇഷാൻ ഖട്ടാർ. 2 പേരും ഹിന്ദിയിലെ സെലിബ്രിറ്റികളാണ്. ഇപ്പോൾ നീലിമ